മക്കൻ തെരുവുകളിൽ ആളുകളെല്ലാം കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നത്. ശരിക്കും അത് സംഭവിച്ചോ? ആളുകളെല്ലാം വളരെ കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് ഈ കൺഫ്യൂഷൻസിനൊക്കെ കാരണമാക്കിയ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മെജസ്റ്റിക് ബോഡി ആയിട്ട്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ട് ഈ ഒരു തെരുവുകളുടെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ബാക്കി ആരെയും പേടിക്കാത്ത ഒരു ക്യാരക്ടറാണ്. ആൻഡ് ആർക്കും അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് നിൽക്കാനുള്ള ധൈര്യം പോലും ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുണ്ട്, ഈ മനുഷ്യൻ എപ്പോഴാണോ ഒരു വഴി സ്വീകരിച്ചിട്ട് നടക്കുന്നത്, ശൈത്താൻ ആ വഴി ഒഴികെ ബാക്കി എല്ലാ വഴികളും സ്വീകരിക്കുന്നു. ഇദ്ദേഹം കഅബയുടെ അടുത്ത് ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ആദ്യമായിട്ടായിരുന്നു ഒരു മുസ്ലിമിൻ്റെ സൗണ്ട് ഇത്രയും ഉച്ചത്തിൽ മക്കൻ തെരുവുകളിൽ കേൾക്കുന്നത്. ഇത് കണ്ടു നിൽക്കുന്ന എല്ലാ മുശ്രിക്കീങ്ങളും ഭയങ്കര അത്ഭുതത്തോടെ ചോദിക്കൽ തുടങ്ങി, ശരിക്കും ഉമർ മുസ്ലിമായോ? ഇങ്ങനെയുള്ള കേസ് വരികയാണെങ്കിൽ എന്താ, ഈ ഒരു മുസ്ലിം സൊസൈറ്റി എന്ന് പറയുന്നത് ഇതുവരെ വീക്കായിരുന്നു, ഹെൽപ്ലെസ് ആയിരുന്നു. പക്ഷെ ഉമറിൻ്റെ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനം കാരണം മുസ്ലിം സൊസൈറ്റിക്ക് അത്രയും വലിയൊരു പവർ വരികയാണ്. എങ്ങനെയാണ് ഉമർ മുസ്ലിം ആയത്? ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു ആയ ആൾ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു പടയാളി ആയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി പോയ ആൾ എങ്ങനെയാണ് ആ ഒരു മനുഷ്യർക്ക് വേണ്ടി തന്നെ മരിക്കാൻ തയ്യാറായത്? ഉമർ പിന്നീട് റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാവുകയും അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം ഏറ്റവും നല്ല ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയാവുകയും ചെയ്ത കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഉമർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുൻപുള്ള കാലം. ഖുറൈശി ഗോത്രത്തിലെ അദീ കുലത്തിലെ ഖത്താബ് എന്നവരുടെ മകനായിരുന്നു ഉമർ. ഉമറിന് നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഭയങ്കര പവർഫുൾ ആൻഡ് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അത്. മക്കയിലെ ഒരു തകർക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ വരെ ഡിഫീറ്റ് ചെയ്ത ആളാണ് ഉമർ. അതുകൊണ്ട് തന്നെ മക്കയുടെ കാവൽക്കാരൻ എന്ന പേരാണ് ഉമറിനെ വിളിച്ചിരുന്നത്. അദ്ദേഹം പിന്നീട് അവരുടെ കുലത്തിൻ്റെ ഒരു ഹെഡായി മാറി, ലീഡറായിട്ട് മാറി. ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ റസൂലുള്ളാഹി വളരെ രഹസ്യമായിട്ടാണ് പ്രബോധനം ചെയ്തിരുന്നത്. ഒരാൾ മുസ്ലിം ആയാൽ അയാളുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളോട് മാത്രമേ പറയുകയും ചെയ്തിരുന്നുള്ളൂ. അത്രയും വിശ്വസിക്കുന്ന ആൾക്കാരെ മാത്രമാണ് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നുള്ളൂ. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പരസ്യമായിട്ട് ചെയ്താൽ ആക്രമണങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള പേടിയുണ്ടും അതുപോലെ മുസ്ലിമുകളുടെ എണ്ണം വളരെ കുറവായിരുന്നുകൊണ്ടാണ്. പക്ഷെ പതിയെ പതിയെ ഈ ഒരു വാർത്ത മക്കയിലുള്ള മുശ്രിക്കുകളുടെ അടുത്തെത്തി തുടങ്ങി. ആദ്യമൊന്നും അവർ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പക്ഷെ അവരുടെ കുടുംബങ്ങളൊക്കെ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് കണ്ട് അവരൊരു മീറ്റിംഗ് വെച്ചു. ദാറുൻ നദ്വ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു മീറ്റിംഗ് വെച്ചു. ഈ ഒരു മീറ്റിങ്ങിൽ എല്ലാ ഫാമിലിയിലും തലവന്മാർ അല്ലെങ്കിൽ അവരുടെ മുതിർന്ന ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഉമറും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരുപാട് തീരുമാനങ്ങൾ ഈ മീറ്റിങ്ങിൽ വെച്ചു. അതിൽ ഒരു തീരുമാനം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു മനുഷ്യനാണോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ എവിടെ നിന്നാണോ മുസ്ലിം മതം സ്വീകരിക്കാൻ ആലോചിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുസ്ലിം മതം സ്വീകരിച്ചാൽ അവരെ തടവിലാക്കുകയും അവരെ ഭയങ്കരമായിട്ട് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യണം എന്നുള്ളതായിരുന്നു ഒരു തീരുമാനം. ഇതോടുകൂടിയിട്ട് ഉമർ തൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരെയും, ഈ മുസ്ലിം ആവാൻ തീരുമാനിച്ച ആൾക്കാരെയൊക്കെ അടിക്കാനും ടോർച്ചർ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഉമറിനൊരു പേര് വന്നു, ദുഷ്ടൻ എന്ന്. പക്ഷേ ഇസ്ലാം പ്രബോധനം വളരെ സീക്രട്ട് ആയതുകൊണ്ട് തന്നെ ഉമറിന് ഇസ്ലാമിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലായിരുന്നു. അവൻ്റെ മനസ്സിൽ അവൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരുന്നു. കാരണം മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തൻ്റെ സ്വാർത്ഥത കാരണം അറബികളുടെ ഇടയിൽ തെറ്റുകൾ ഉണ്ടാക്കിയാണ് എന്നാണ് ഉമർ വിചാരിച്ചിരുന്നത്. അപ്പോൾ സ്വന്തം രാജ്യത്തെ ആ ഒരു മുഹമ്മദിൻ്റെ ഭീഷണിയിൽ നിന്നും രക്ഷിക്കാനാണ് ഉമർ ഇതൊക്കെ ചെയ്തിരുന്നത്. പതുക്കെ മുസ്ലിംസിനെതിരായിട്ടുള്ള പ്രകടനങ്ങൾ ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യാതെയായി. കുറച്ചു പേര് മക്കയിൽ നിന്നും എത്യോപ്യയിലേക്ക് റസൂലുള്ളാഹിനോട് അനുവാദം ചോദിച്ചിട്ട് പോവാണ്. അതിലൊരാൾ ഉമറിൻ്റെ ഉപ്പ ഖത്താബിൻ്റെ അടിമയായിരുന്ന ആമിറായിരുന്നു. ആമിറും അവൻ്റെ ഭാര്യ ലൈലയും കൂടിയിട്ടാണ് പോകാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആമിർ പോയ സമയത്ത് ഉമർ ആ വഴിക്ക് വരികയാണ്. ലൈലനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കെങ്കിലും പോവാൻ നിൽക്കുകയാണോ? ലൈല പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ഒരുപാട് ടോർച്ചറുകൾ സഹിച്ചു. അള്ളാൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനൊരു വഴി കിട്ടി. അപ്പോൾ ഉമർ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വോയിസോട് പറയാണ്, അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ.
ആ ഒരു ടൈമിൽ ആ ഒരു വർത്തമാനം കേട്ടപ്പോൾ ലൈല ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ആമിർ വന്നപ്പോൾ ഉമറിൻ്റെ കാര്യം ലൈല ആമിറിനോട് പറയുകയാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ലൈല പറഞ്ഞപ്പോൾ ആമിർ പറയുന്നുണ്ട്, നിനക്ക് തോന്നുന്നുണ്ടോ ശരിക്കും ഉമർ അങ്ങനെ സ്വീകരിക്കും എന്നുള്ളത്? ഖത്താബിൻ്റെ കഴുത മുസ്ലിമായി മാറിയാലും ഉമർ ഒരിക്കലും ആവില്ല എന്നുള്ളത് എനിക്ക് അള്ളാഹു ആണേ സത്യം ഉറപ്പാണ് എന്നുള്ളത് ആമിർ പറയുന്നുണ്ട്.